ഇതുവരെ 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ടുള്ള ആ അമല് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വാട്സാപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയച്ച് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. ഉസ്താദ്, ഇനി അത് ചൊല്ലാൻ സാധിക്കുമോ? എപ്പോഴാണ് അത് ചൊല്ലാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം ഏതാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എല്ലാവരോടും അറിയിക്കാനുള്ളത്, ആ 12,000 ബിസ്മിയുടെ അമല് ഏതു ദിവസവും നമുക്ക് തുടങ്ങാവുന്നതാണ്. പക്ഷേ അത് തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വെള്ളിയാഴ്ച രാവ് നമുക്ക് തുടങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് പരിശുദ്ധമായ ഷഅബാൻ മാസമാണ്. ഷഅബാൻ മാസമായതുകൊണ്ട് ഷഅബാൻ മാസം എന്നുള്ളത് സ്വലാത്തിന്റെ മാസമാണ്. സ്വലാത്തിന്റെ മാസമായതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ചൊല്ലിത്തുടങ്ങാൻ സാധിക്കുക, ആ സമയത്ത് തന്നെ അത് ചൊല്ലിത്തുടങ്ങുക. അതാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇത് 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലല് മാത്രമല്ല, അതിലെ ഓരോ 1000 തവണ ചൊല്ലിക്കഴിഞ്ഞാലും അത് മുത്തുനബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം ചോദിച്ച് അടുത്ത 1000 തുടങ്ങി അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ആവശ്യം ചോദിച്ച്, ഇങ്ങനെ ഒരു പ്രത്യേക രൂപമായതുകൊണ്ട് തന്നെ അത് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു അമല് കൂടെയാണ്. അപ്പൊ ഇത് വളരെ നല്ല നിയ്യത്തോടുകൂടെ ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട്. നല്ല റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിന്റെ തൊട്ടു മുമ്പ് റമളാൻ ഇങ്ങ് വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഒരു വെളിപ്പാടകലെ പരിശുദ്ധമായ റമളാൻ ഷരീഫ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ. മനസ്സും ഹൃദയവും ഒക്കെ ശരീരവും ഒക്കെ ഗാർഹികമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീടും പരിസരമൊക്കെ ശുദ്ധീകരിച്ച് റമളാനിനെ വരവേൽക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടുകൂടെ ലോക മുസ്ലിമീങ്ങൾ വളരെ ആവേശത്തോടുകൂടെ സ്വീകരിക്കാനിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ നമ്മളും അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായതുകൊണ്ടാണ് ഈ ആഴ്ച നമുക്ക് ഒരാളെയും നേരിട്ട് കാണാനുള്ള ദിവസം നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തത്. പലരും വിദേശത്ത് നിന്ന് വരെ നമ്മോട് കോണ്ടാക്ട് ചെയ്തിട്ട് ഉസ്താദ് ഒരു ദിവസം തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഈ നോമ്പിന്റെ ഇടയ്ക്ക് ഒരു സമയം എത്ര നോക്കിയിട്ട് നമുക്കതിനൊരു ദിവസം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡേറ്റ് നമ്മൾ തരാത്തത്. അതുകൊണ്ട് വളരെയധികം എല്ലാവരോടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, ഇൻഷാ അല്ലാഹ് റമളാനിലെ ഞാൻ പലരും റമളാനിലെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ എന്ന് അവരോടാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് റമളാനിലെ നമ്മുടെ ലൈവ് ഉണ്ടല്ലോ, നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ്, ആ മജ്ലിസ് കഴിഞ്ഞ ഉടനെ ഒരു 10 മണി മുതൽ അല്ലെങ്കിൽ ഒരു 9:30 മുതൽ ഒരു ഉച്ചവരെ ഒരു 12 മണി വരെ ഒരു ദിവസം 10 ആള് എന്ന രൂപത്തില് പറ്റുമെങ്കിൽ സൗകര്യമെങ്കിൽ നോക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് നോമ്പിന്റെ മുമ്പ് ഒരു ഡേറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഏകദേശം എന്നെ വിളിച്ച് ബുക്ക് ചെയ്തവരെന്നെ ഇപ്പൊ ഏകദേശം 400ഓളം ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതിന്റെ ഡേറ്റ് കൊടുക്കണം. അപ്പൊ നോമ്പാകുമ്പോൾ നമുക്ക് കുറെ സമയം ഇരിക്കാൻ കഴിയൂല. അപ്പോ ഉള്ള സമയത്ത് ഒരു 10 ആളുകളൊക്കെ നോക്കുന്ന സംവിധാനമാണെങ്കിൽ നമുക്കും തന്നെ പെട്ടെന്ന് തീർത്ത് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെ ഇൻഷാ അല്ലാഹ് ചെറിയൊരു തീരുമാനം ഇപ്പൊ അങ്ങനെയാണ് ഉള്ളത്. നോമ്പിന് മുമ്പ് ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തീരുമാനിക്കേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയെങ്ങാനും നോമ്പിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ വാട്സപ്പിന്റെ സ്റ്റോറിയിലും ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിലും വാട്സപ്പിന്റെ സ്റ്റാറ്റസിലൊക്കെ ഞാനത് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്കിംഗ് ചെയ്താൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് അതാണ് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊക്കെ അതുകൊണ്ടാണ്, അത്രയും തിരക്കുകളിൽ പെട്ടുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർ ഇതിന്റെ ഇടയ്ക്ക് മിസ്സായി പോകുന്നുണ്ട്. അവർക്ക് കോൾ എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ അവർ വിളിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരം ആളുകളൊക്കെ ഈ ഒരു നോമ്പിന്റെ ആ സമയത്തൊക്കെ ഇൻഷാ അല്ലാഹ് മക്കളെ കൊണ്ടുവന്നാൽ അതിന് വേണ്ട രൂപത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്നത് 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടുള്ള പവിത്രമായ അമല്, അത് വളരെ ശ്രേഷ്ഠതയുള്ള അമലാണ്. മഹാന്മാർ ചെയ്തിട്ടുള്ള അമലാണ്. നല്ല ഫലം ലഭിച്ചിട്ടുള്ള അമലാണ്. എനിക്ക് തന്നെ 100 കണക്കിന് മെസ്സേജുകൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ആ 12,000 ബിസ്മിയുടെ അമല് എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഇനി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കിതാ ഇപ്പോൾ ഈ ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു വെള്ളിയാഴ്ച രാവ്, ഇത് നമ്മുടെ ഷഅബാൻ മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്.
ഈ ഒരു വെള്ളിയാഴ്ച രാവ് ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടുകൂടെ ആ ഒരു 12,000 ബിസ്മിയുടെ അമൽ നിങ്ങൾ ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് സ്വലാത്തിന്റെ മാസമാണ്. കാരണം സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത്, ആ ആയത്താണ് യഥാർത്ഥത്തിൽ മുത്തുനബി തങ്ങളുടെ മേലിലെ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു കൽപ്പന വന്നിട്ടുള്ള ആയത്ത് അല്ലേ. ഏത് വിഷയത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു കൽപ്പന കൽപ്പിച്ചിട്ടുള്ളത്? മുത്തുനബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മാലാകമാരും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും ആ ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും ചെയ്തുകൊണ്ടിരിക്കുവിൻ എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ച മനോഹരമായ സ്വലാത്ത് കൊണ്ടുള്ള കൽപ്പന വന്ന ആ ആയത്ത് ഇറങ്ങിയത് അത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ഈ മാസത്തിലാണ് ആ ആയത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് ഈ ശഅബാൻ മാസം സ്വലാത്തിന്റെ മാസവും കൂടെയാണ്. അപ്പോ ഈ ഒരു രൂപത്തിൽ ഒരു കൽപ്പന മറ്റൊരു കാര്യത്തിലും വന്നിട്ടില്ല. നിസ്കാരത്തിനെ കുറിച്ച് കൽപ്പിച്ചല്ലോ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുവിൻ, സക്കാത്ത് കൊടുക്കുവിൻ, നോമ്പനുഷ്ഠിക്കുവിൻ, ഹജ്ജ് ചെയ്യുവിൻ, ഇങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട, നിർബന്ധമായും ചെയ്യേണ്ട കൽപ്പനകളൊക്കെ കൽപ്പിച്ച ഭാഗത്ത് അല്ലാഹുവും അവന്റെ മാലാകമാരും മലക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ചെയ്യുവിൻ എന്ന് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ ഒരു കൽപ്പന വന്നിട്ടുള്ളത് അത് സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് സ്വലാത്തിന്റെ മാസമായ ഈ മാസത്തിൽ മുത്തുനബി തങ്ങളെ തവസ്സുലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഈ ഒരു 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ടുള്ള അമല്. അതുകൊണ്ട് തന്നെ ഇതുവരെ ആരെങ്കിലും അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ചെയ്തവരിൽ ഭൂരിഭാഗം ആളുകൾക്കും നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞവരിൽ റിസൾട്ട് ലഭിക്കാത്തവർക്ക് അത് ഹൈറായ രൂപത്തിൽ എത്താനുള്ള സമയമായിട്ടില്ല, അത് എത്തും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യാതെ, അത് നമ്മുടെ ഏത് നിയ്യത്തുകൾ വേണ്ടിയിട്ട്, ഏത് നിയ്യത്തുകൾ മനസ്സിൽ കരുതാം. നമ്മുടെ മകളുടെ വിവാഹം ശരിയാകാൻ, ഇപ്പൊ നമ്മുടെ മക്കൾ SSLC, +2, ഡിഗ്രി, നീറ്റ് ഇങ്ങനെ തുടങ്ങി എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എക്സാമിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നിയ്യത്താക്കി ചൊല്ലാം. അതേപോലെ തന്നെ നമ്മുടെ വീടും പുരയുടെ ഒക്കെ സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് ചൊല്ലാം. അതേപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെ സ്വഭാവം നന്നാവാന്, ഭർത്താവിന്റെ സ്വഭാവം നന്നാവാന്, ലഹരിക്കടിമപ്പെട്ട മക്കളുടെ ആ ദുസ്വഭാവം മാറിക്കിട്ടാന്, മോന് നല്ല സ്വഭാവത്തിൽ നിൽക്കാന്, ഒളിച്ചോടിപ്പോയ മകള് തിരിച്ചു വരാന്, ഇങ്ങനെ തുടങ്ങി എന്ത് ഉദ്ദേശങ്ങളുണ്ടോ ആ ഉദ്ദേശങ്ങളെല്ലാം മനസ്സിൽ കരുതിയിട്ട് നല്ല മനസ്സോടുകൂടെ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന് നല്ല നിയ്യത്ത് കരുതണം. നമ്മൾ ആ പറഞ്ഞതുപോലെ അതില് അമല് ചെയ്യണം, എന്നാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. എല്ലാത്തിനും ഉപരി ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ പവിത്രമായ ആ ഒരു ആയത്താണ്. ആ ആയത്ത് കൊണ്ടുള്ള അമല് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു എന്ന് മാത്രമല്ല, അവരൊക്കെ അമലുകൾ ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തു, അവര് ചെയ്തു. എത്ര ആളുകളാണെന്നറിയോ വിളിച്ചറിയിച്ചത്, ഉസ്താദേ എന്റെ മകന്റെ ജോലി ഒരിക്കലും ശരിയാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല, ആ ജോലി നല്ല റാഹത്ത് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഉസ്താദിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനായിട്ട് ദൂര സ്ഥലത്ത് നിന്ന് ആ ആഗ്രഹം സാധിച്ച് വേറൊന്നിനല്ല അതിനു വേണ്ടി മാത്രം ഇവിടെ വന്ന് 5-6 മണിക്കൂറും വെയിറ്റ് ചെയ്ത് റൂമിലേക്ക് ഉസ്താദ് ആഗ്രഹം സാധിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നവരുണ്ട്.
നല്ല ഫലം ലഭിക്കുന്നുണ്ട്. ചെയ്തവർ അതിനെക്കുറിച്ച് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടി എന്ന് പറയുന്നതാണ് കൂടുതലും. അപ്പൊ നല്ല നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട്, ഇപ്പൊ നമുക്ക് ഒരുപാട് നിയ്യത്തുകൾ വെക്കാം. ആ നിയ്യത്തുകളൊക്കെ മനസ്സിൽ കരുതി നല്ല റാഹത്തോടു കൂടെ ചെയ്താല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ശഅബാൻ സ്വലാത്തിന്റെ മാസം, മുത്തുനബി തങ്ങളുടെ മാസം, ആ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, വരാനിരിക്കുന്ന റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയവും ശരീരവും ഒക്കെ ശുദ്ധീകരിച്ച് റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗവും കൂടെയാകും. എങ്ങനെയാണ് 12,000 ബിസ്മിയുടെ അമല് ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയുകയാണ്. ഒരു വെള്ളിയാഴ്ച രാവോ പകലോ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി വെള്ളിയാഴ്ച രാവോ പകലോ ചെയ്ത് തുടങ്ങാൻ സാധിക്കാത്തവർക്ക് ഏത് ദിവസവും തുടങ്ങാവുന്നതാണ്. പ്രത്യേകിച്ച് ശഅബാൻ മാസമായതുകൊണ്ട് ഇത് സ്വലാത്തിന്റെ മാസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ദിവസവും തുടങ്ങാം. അത് ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചെയ്യണോ? വേണ്ട, അങ്ങനെയില്ല. അത് 12,000 എണ്ണം ചൊല്ലി തീർക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഷർത്ത്. അപ്പൊ ഒറ്റ ഇരുത്തത്തിൽ ചെല്ലണ്ട, 12,000 എണ്ണി തീർക്കുക, ചൊല്ലി തീർക്കുക. ഈ 12,000 ചൊല്ലി തീർക്കുന്നതിനിടയിൽ സംസാരിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ പലരും എഴുതി ചോദിക്കുന്നുണ്ട്. അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. 12,000 ഈ ചൊല്ലി തീർക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് അപൂർവം ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ. കാരണം അതൊരൊറ്റ ഇരുത്തത്തില് ഒരൊറ്റ ഒരു 4-5 മണിക്കൂറൊക്കെ ഒരുമിച്ചിരുന്ന് ചെല്ലാൻ തീരുമാനിച്ച ചില ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഒരു പക്ഷെ അത് സാധിച്ചേക്കാം. അല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. നമ്മൾ കുടുംബമായി ജീവിക്കുന്നവരാണ്, മക്കളോട് സംസാരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയൂല. അത് ചിലപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 12 ദിവസം നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കും. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അതങ്ങ് ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇത് ചൊല്ലുന്നതിന്റെ ഇടയിൽ ഇപ്പൊ ഒരാൾ ഒരു ദിവസം 500 ചൊല്ലാൻ തീരുമാനിച്ചെന്ന് സങ്കല്പിക്കാം. എന്നാ 500 എണ്ണത്തിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതാണ് വേണ്ടത്, മാക്സിമം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നമ്മുടെ 2 or 3 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് നമുക്ക് പോയി എടുക്കണം, അതിനോട് എന്തെങ്കിലും പറയണം, അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിക്കണം. ഇങ്ങനെ അർജന്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ സംസാരിക്കാം, അത് പ്രശ്നമില്ല. അനാവശ്യമായ സംസാരങ്ങൾ അതിൻ്റെ ഇടയിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് കൂടുതൽ ആ അമല് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് അനാവശ്യ സംസാരങ്ങള്, നീ ആ വ്ളോഗ് കണ്ടോ, ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അതിന്റെ ഇടയിൽ കയറി വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ദുനിയവിയായ വിഷയങ്ങൾ അതിന്റെ ഇടയിൽ, അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ഇടപെടാതിരിക്കുമ്പോൾ അതിന് കൂടുതൽ ഫലം ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഒരു ദിവസം തന്നെ ചൊല്ലി തീർക്കണമെന്നില്ല. ചൊല്ലി തീർക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടുണ്ടോന്ന് ചോദിച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ആ ചൊല്ലുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഒരാൾ 100 ചൊല്ലുന്നുണ്ടെങ്കിൽ ആ 100 ചൊല്ലുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, മാക്സിമം സംസാരങ്ങൾ ഒഴിവാക്കുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് സംസാരിക്കുകയും ആവാം. ഇനിത് അശുദ്ധിയുള്ള സമയത്ത്, പീരിയഡ്സിന്റെ സമയത്ത് ചൊല്ലാൻ പറ്റുമെന്നുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ദിക്റാണെന്ന നിയ്യത്തോടുകൂടെ അത്തരം സമയങ്ങളിൽ നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചതാണ് ഇത്. ഞാൻ അതിന്റെ ഒരു പ്രത്യേക ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവോ പകലോ ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഏത് ദിവസവും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരു 11 രൂപ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് നിക്ഷേപിക്കുന്ന ഒരു ബോക്സ് ഉണ്ടാവും അവിടെ. ആ ബോക്സിലെ സഹോദരിമാരാണെങ്കിൽ ഒരു 11 രൂപ, അത് പ്രത്യേകം നല്ല നിയ്യത്ത്, ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാവുമല്ലോ ചെയ്യുന്നത്. അപ്പൊ നല്ല നിയ്യത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണം എൻ്റെ മോൻക്ക് SSLCയിൽ ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പ്രത്യേകം കരുതിയിട്ടൊരു 11 രൂപ നമ്മുടെ മക്കളുടെ കയ്യിലെ പള്ളിയിലെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ആ ബോക്സ് ഉണ്ടാവും, ഒരു നേർച്ചപ്പെട്ടി ഉണ്ടാവുമല്ലോ, അതിൽ കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടി പറയാ. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് അതിനുശേഷം അതിനോട് കൂടെ ആ സമയത്ത് തന്നെ അങ്ങനെ ചൊല്ലി തുടങ്ങുക. അങ്ങനെ തുടങ്ങി കഴിഞ്ഞാലൊക്കെ നമ്മളൊരു സ്വതക്ക ചെയ്തു, ആ സ്വതക്കയോടനുബന്ധിച്ച് അതിനോട് മുഖാരിനായി അതിനോട് ചേർന്ന് ചെയ്യുന്ന അമലാണ്.
അതുകൊണ്ട് അതൊക്കെ കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ്. അത് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി തുടങ്ങുന്ന ഉമ്മമാരുണ്ട്. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച പകല് മക്കള് പള്ളിയിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ മോനെ ഇതിന് ഈ പള്ളിയുടെ ബോക്സിലിടണം എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും മതി. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും. നമ്മളൊരു സ്വതക്ക മുൻനിർത്തിയിട്ട് ചെയ്യുന്ന അമലുകൾക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുള്ളതാണല്ലോ. അപ്പൊ 11 എന്നുള്ള ഒരു ആദത് അത് വളരെ പവിത്രമേറിയ ഒരു ആദതാണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നല്ല നിയ്യത്തോട് നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മോളുടെ വിവാഹം ഒരു കാരണവശാലും നടക്കുന്നില്ല. ഏകദേശം ഇപ്പൊ അതിന്റെ സമയം ഏകദേശം 28-29 വയസ്സായി. ഇപ്പോഴത് ഒരു നിലക്കും ഒരു ആലോചനയും വരുന്നില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കുമ്പോൾ തന്നെ ആകെ മനസ്സിന് ടെൻഷൻ അടിക്കുന്നു. എന്നാൽ ഒരു പ്രയാസവും ഇല്ല. ഇതൊന്ന് ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുക. അങ്ങനെ ഇത് ചൊല്ലുക. ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ചൊല്ലുക. അത് ആ മോളോടും ചൊല്ലാൻ പറയാ, മോൾക്ക് വേണ്ടി ഉമ്മയും ചൊല്ലുക. അങ്ങനെ ചൊല്ലി അത് പൂർത്തിയാക്കുക. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്തരം അമലുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷ, ആ ഒരു ശുഭാപ്തി വേണം. ഞാൻ എൻ്റെ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ ഒരു അമല് ചെയ്തത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു വഴി എനിക്ക് തുറന്നു തരും എന്ന പ്രതീക്ഷയാണ്. ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇതെന്തൊന്നും ശരിയാവാത്തെ എന്ന് വരുത്തിയിട്ട് ഒരു നെഗറ്റീവ് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരരുത്. ഇനി അള്ളാഹുവിന്റെ അടുക്കലാണ്. നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏൽപ്പിച്ചു, അള്ളാഹുവിനെ തവക്കുലാക്കി. ഇനി റബ്ബ് അതിന് നല്ലൊരു തീരുമാനം, നല്ലൊരു റാഹത്തായ ഒരു ഇണയെ അള്ളാഹു അടുപ്പിച്ചു തരും. അത് ഓരോ നീയത്തും അങ്ങനെ കരുത്. സ്ഥലം വിൽക്കാനുള്ളവരൊക്കെ ഒരുപാട് കാലമായി ഈ സ്ഥലം വിറ്റിട്ട് വേണം എനിക്ക് ഹജ്ജിന് പോകാൻ, ഈ സ്ഥലം വിറ്റിട്ട് വേണം എൻ്റെ ബാധ്യത എനിക്ക് തീർക്കാൻ, ഈ സ്ഥലം വിറ്റിട്ട് വേണം എനിക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ടാവും. അവരൊക്കെ ഈ നീയത്ത് വെച്ചങ്ങ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ ഗോൾഡൊക്കെ അകപ്പെട്ടിട്ട് സാമ്പത്തികം അവരുടെ കയ്യിൽ പെട്ട് ക്യാഷ് പെട്ട് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവര്, മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, അടുത്ത് നമ്മുടെ ചെക്കിങ്ങിന് ബയോപ്സി ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കാനിങ് ചെയ്യാനൊക്കെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ചെയ്യുന്നതിന്റെ മുമ്പ് നമുക്കിതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. ഒരുപാട് മഹാന്മാർക്ക് നല്ല ഫലം ലഭിച്ചതാണ്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് മാത്രം പറയാനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നല്ല നെയ്യത്ത് വെച്ച് ചൊല്ലാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനും ചൊല്ലാനും തുടങ്ങാനും പറ്റുന്ന വളരെ നല്ലൊരു സമയമാണ് ഈ സമയം. പ്രത്യേകിച്ച് ഷാബാൻ മാസത്തിൽ സ്വലാത്തുണ്ട് ഇതിന്റെ ഇടയിൽ എന്നുള്ളതാണ്. ഈ അമലിന്റെ ഇടയിൽ സ്വലാത്തുണ്ട് എന്നുള്ളതാണ്. സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണല്ലോ. നല്ല കടബാധ്യതയിലുള്ള, നല്ല ടെൻഷനിലകപ്പെട്ട് മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മഹത്തുക്കളായ സ്വഹാബാക്കളൊക്കെ വലിയ കടങ്ങളിൽ പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തവക്കുലാക്കിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആഉം മുത്തുനബി തങ്ങൾ പറഞ്ഞ ആയത്തുകളും ചൊല്ലിയപ്പോൾ ആ സ്വഹാബാക്കളുടെ പ്രയാസങ്ങളും കടങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ കാരണമാകും. പ്രിയമുള്ളവരെ, മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ദുആ ഉണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് ഇടക്കിടക്ക് പള്ളിയിൽ ഇങ്ങനെ കാണുന്നു. എന്തേ ഇങ്ങനെ ഇടക്കിടക്ക് പള്ളിയിൽ കാണുന്നെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ധാരാളം കടവും ധാരാളം ടെൻഷനുമാണ്, ഞാൻ എന്താ ചെയ്യാ, എനിക്കൊരു മാർഗവും ഇല്ല, ഞാനാകെ തളർന്നു പോയിരിക്കുകയാണ് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വീട്ടാനുള്ള അമൽ പറഞ്ഞു കൊടുത്തു അല്ലേ? ഒരു ദുആ പറഞ്ഞു കൊടുത്തു. അത് അബൂ ഉമാമക്ക് പറഞ്ഞു കൊടുത്ത ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അത് അബൂ ഉമാമക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതേപോലെ തന്നെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത് എന്താ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഞാൻ എത്രയാണോ സ്വലാത്ത് ചൊല്ലേണ്ടത്, എൻ്റെ ജീവിതത്തിന്റെ ഇത്ര ഭാഗം ഞാൻ ചൊല്ലാം, ഇത്ര ഭാഗം ഞാൻ ചൊല്ലാം, ഇത്ര ഭാഗം ഞാൻ ചൊല്ലാം എന്ന് പറഞ്ഞപ്പോൾ അവസാനം
ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അത് ഖൈറായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി ധാരാളം സമയം മാറ്റിവെക്കാം എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, അങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ആ സ്വലാത്ത് മതിയാകുന്നതാണ്. അപ്പൊ തീരാത്ത കടങ്ങളുണ്ടോ, മാറാത്ത രോഗങ്ങളുണ്ടോ, ഏതു വിഷയങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 12,000 ബിസ്മിയുടെ അമൽ എന്ന് പറഞ്ഞാൽ ഓരോ 1000ത്തിന് ശേഷവും സ്വലാത്ത് ചൊല്ലുന്നൊരു പവിത്രമായ അമലാണ്. ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞ പടച്ച റബ്ബിനോട്, അപ്പൊ 1000 ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നീട് നമ്മുടെ ആവശ്യ റബ്ബിനോട് പറയുക. അത് ശരിക്കും ചെല്ലേണ്ട രൂപം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ചാനലിന്റെ അടിയിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. ആ അമൽ അതേപോലെ ചെയ്യാം. അല്ലാഹുവേ, ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചൊല്ലുന്നത്, ഇൻഷാ അല്ലാഹ് നീ പൂർത്തീകരിച്ചു തരണം റബ്ബേ. അടുത്ത 1000 തുടങ്ങാം. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് ഒരുപാട് ആളുകൾ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ഇൻഷാ അല്ലാഹ് അതിനാവശ്യമുള്ള ആളുകളെ, അവരുടെ രക്ഷിതാക്കള് വളരെ നേരത്തെ തന്നെ അഡ്മിഷൻ എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അതിന് ഡീറ്റെയിൽസ് ചോദിക്കും. ഡീറ്റെയിൽസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമളാനിന്റെ മുമ്പ് നമുക്ക് ഗ്യാപ്പ് കിട്ടുമെന്ന് മാക്സിമം നോക്കും. ആ നോക്കുന്ന സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടാവും. കാരണം ഒറ്റ ദിവസമായിരിക്കും ഉണ്ടാവുക. ആ ദിവസത്തിലെ കൂടുതൽ ആളുകൾ വരുമ്പോൾ കുറഞ്ഞ സമയം എല്ലാവരും എടുത്ത് മാത്രം ക്ഷമയോടുകൂടെ കാണാനും വെയിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നവർ മാത്രം വരിക. കാരണം നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് രാവിലെ ഏകദേശം 6 മണി മുതൽ രാത്രി 12 മണി വരെ ഒരേ ഇരുത്തം വന്ന ആളുകൾക്കറിയാം. ഈ ഒരു ചെയറിൽ തന്നെ, ഈ ഇരിക്കുന്ന ഈ ചെയറിൽ തന്നെ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ഒരേ ഇരുത്തം ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു 6 മണിക്കൂറിനപ്പുറം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നതായിട്ട് ഞാൻ പലരോടും ചോദിക്കലുണ്ട്, എത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്തു ഇവിടെ? പലരും 5-6 മണിക്കൂറൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുപാട് ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളാണത്. അതുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും വരാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം വിസിറ്റേഴ്സിനെ ഒഴിവാക്കുന്നത്. എന്നാലും പല ആളുകളും പ്രയാസങ്ങൾ പറയുമ്പോൾ, നമ്മൾ അങ്ങേറ്റത്തെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല ക്ഷമയോടുകൂടെ നല്ല ക്ഷമയോടുകൂടെ വരാൻ സാധിക്കുന്നവര് മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാവർക്കും നല്ല റാഹത്തും സന്തോഷവും ജീവിതത്തിൽ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. പരിശുദ്ധമായ റമളാനാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നൂറെ മദീനയുടെ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മജ്‌ലിസുകളിൽ നിങ്ങൾ പങ്കെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ സന്തോഷവും സമാധാനമുള്ള ജീവിതം ശിഷ്ടകാലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.